എക്സലൻസ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അക്ഷര കൈരളിയുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ 8 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു വെച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പുരുഷ ലൈംഗിക ഹോർമോൺ ഏത്? ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ? അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. പുരുഷ ലൈംഗിക ഹോർമോൺ ഏത്? ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 118ാമത്തെ പേജിലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. മനുഷ്യ പ്രത്യുൽപാദനത്തെക്കുറിച്ച് അല്പം എന്ന പാഠഭാഗത്ത്. അപ്പോൾ അതിൽ പുരുഷ ലൈംഗിക ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പുരുഷ ലൈംഗിക ഹോർമോൺ ഏതാണെന്നാണ്. അത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പുംബീജവും ടെസ്റ്റോസ്റ്റിറോണും ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണങ്ങളാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, പേജ് നമ്പർ 118ലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. വൃഷണങ്ങളിലാണ് ഈ ഒരു പുംബീജം അതുപോലെ ടെസ്റ്റോസ്റ്റിറോണും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജീവപരിണാമത്തിന് നിരവധി തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള 2 തെളിവുകൾ എഴുതുക. അപ്പോൾ ജീവപരിണാമത്തിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിലെ ഏതെങ്കിലും 2 തെളിവുകൾ, ആ ഒരു തെളിവുകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 24ലാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത്. പരിണാമ സിദ്ധാന്തത്തിലുള്ള തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് വലിയ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഫോസിലുകൾ, പിന്നെ ശരീരഘടനകൾ തമ്മിലുള്ള സാദൃശ്യം, പിന്നെ അതുപോലെ തന്നെ രാസഘടനയും ആന്തരിക പ്രവർത്തനങ്ങളും തമ്മിലുള്ള സാദൃശ്യം, പിന്നെ ജൈവ തന്മാത്രകൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോസിലുകൾ എന്ന് എഴുതാം, അതുപോലെ ശരീരഘടനകൾ തമ്മിലുള്ള സാദൃശ്യം എന്നും എഴുതാം. ഓക്കെ, ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതമാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും 4 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പരീക്ഷണത്തിൻ്റെ പേരെന്ത്? ഇതിൽ ഉപയോഗിച്ച പ്രധാന രാസവസ്തുക്കൾ ഏവ? അപ്പോൾ രാസപരിണാമ സിദ്ധാന്തം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പരീക്ഷണത്തിൻ്റെ പേരെന്താണ്? ഇതിൽ ഉപയോഗിച്ച പ്രധാന രാസവസ്തുക്കൾ ഏവ എന്നതാണ് ചോദ്യം. നോക്കൂ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 11ാമത്തെ പേജിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ഇവിടെ ആ ഒരു രാസപരിണാമ സിദ്ധാന്തത്തെ ശാസ്ത്രീയമായി തെളിയിച്ച 2 ശാസ്ത്രജ്ഞന്മാരാണ് സ്റ്റാൻലി മില്ലറും അതുപോലെ ഹരോൾഡ് യൂറോയും. അപ്പോൾ അവർ 2 പേരും കൂടി ചേർന്ന് നടത്തിയ പരീക്ഷണമായതുകൊണ്ട് തന്നെ ഇതിനെ മില്ലർ യൂറേ പരീക്ഷണം അല്ലെങ്കിൽ മില്ലർ പരീക്ഷണം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണത്തിൻ്റെ പേരാണ് മില്ലർ യൂറേ പരീക്ഷണം അല്ലെങ്കിൽ മില്ലർ പരീക്ഷണം എന്നും മാത്രം എഴുതിയാൽ മതി. ഇനി അതിൽ ഉപയോഗിച്ചിട്ടുള്ള രാസവസ്തുക്കൾ എന്ന് പറയുന്നത് അമോണിയ, മീഥേൻ, ഹൈഡ്രജൻ, അതുപോലെ ജലം എന്നിങ്ങനെയുള്ളതാണ് ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ജലം, അമോണിയ, മീഥേൻ, ഹൈഡ്രജൻ. മനസ്സിലായോ? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കോശങ്ങളുടെ അനിയന്ത്രിത വളർച്ചയാണ് അർബുദം. കോശങ്ങളുടെ അനിയന്ത്രിത വളർച്ചയാണ് അർബുദം. ഇതിനുള്ള 3 പ്രധാന ചികിത്സാ രീതികൾ എന്തെല്ലാം? അപ്പോൾ അർബുദം അല്ലെങ്കിൽ ക്യാൻസറിനുള്ള പ്രധാന 3 ചികിത്സാ രീതികൾ ഏതെല്ലാം എന്നാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42ലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളത്. ജീവരഹസ്യം കാക്കും കുഞ്ഞൻ കോശങ്ങൾ എന്ന പാഠഭാഗത്ത് അതിലാണ് അർബുദവും ചികിത്സയും എന്ന ആ ഒരു മെയിൻ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായും 3 തരത്തിലുള്ള ചികിത്സാ മുറകളാണ് ഈ ഒരു ക്യാൻസർ അല്ലെങ്കിൽ അർബുദത്തിനുള്ളത്. 1ാമത്തേത് കീമോതെറാപ്പിയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. 1ാമത്തേത് കീമോതെറാപ്പിയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. 2ാമത്തേത് റേഡിയോ തെറാപ്പിയിൽ റേഡിയേഷനുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ 2ാമത്തേത് റേഡിയോ തെറാപ്പിയിൽ റേഡിയേഷനുകൾ ഉപയോഗിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് 3ാമത്തേത് എന്ന് പറഞ്ഞത് രോഗം ബാധിച്ച അവയവം മുറിച്ച് മാറ്റുന്ന സർജറിയും ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലുള്ള ചികിത്സാ മാർഗമാണ് ഈ ഒരു ക്യാൻസർ അഥവാ അർബുദത്തിനുള്ളത്. ഓക്കെ,
ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി എന്നിങ്ങനെ 2 ക്വസ്റ്റ്യനാണുള്ളത്. ഒന്നാമത്തേത് ഈ ചിത്രം എന്താണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തേത് ക്യാപിറ്റൽ ലെറ്റർ എ അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നീ തന്മാത്രകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 69 ഈ ഒരു ചിത്രമുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മൾ ആദ്യം തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രത്തെ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോടൈഡ് എന്നാണ്. അതായത് ഡി എൻ എയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഡി എൻ എയുടെ ഈ ഒരു യൂണിറ്റിനെയാണ് ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെയുള്ള കുറേ യൂണിറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ഈ ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്, പഞ്ചസാര തന്മാത്ര എന്നിങ്ങനെയുള്ള ഈ ഒരു യൂണിറ്റിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ഉത്തരം ന്യൂക്ലിയോടൈഡ് എന്ന് എഴുതണം. അതുപോലെ രണ്ടാമത്തേതിൽ ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും കൊടുത്തിരിക്കുന്നത് ഈ പർപ്പിൾ കളറിലും യെല്ലോ കളറിലുമാണ്. അത് നോക്കൂ. അതിൽ ക്യാപിറ്റൽ ലെറ്റർ എ എന്നത് ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നത് നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. മനസ്സിലായോ? അപ്പോൾ ഇത് പേജ് നമ്പർ 69 ജീവിയിൽ നിന്നും ജീനിലേക്ക് എന്ന പാഠഭാഗത്താണ് ഉള്ളത്. ഓക്കെ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നല്ല ഭക്ഷണശീലങ്ങൾ ആരോഗ്യത്തിന് ആവശ്യമാണ്. 3 നല്ല ഭക്ഷണശീലങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോൾ നല്ല ഭക്ഷണശീലങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഏതെങ്കിലും 3 എഴുതാനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 77 നല്ല ഭക്ഷണശീലങ്ങൾ എന്ന പാഠഭാഗം ആ ഒരു ചോദ്യത്തിന് ഉത്തരമുള്ളത്. നോക്കൂ. നല്ല ഭക്ഷണശീലങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. ചിട്ടയായ ഭക്ഷണശീലം, പിന്നെ അമിതവണ്ണം നിയന്ത്രിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക, വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, മൈദയുടെ ഉപയോഗം കുറയ്ക്കുക, തവിട് കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, സംസ്കരിച്ചു ടിന്നിലടച്ച മാംസാഹാരം, റെഡ് മീറ്റ് അതായത് ബീഫ്, മട്ടൺ, പോർക്ക് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെ ഇതെല്ലാം നമ്മളൊന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ മാറ്റം വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ചിട്ടയായ ഭക്ഷണശീലം, അതുപോലെ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക, വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്നിങ്ങനെ 2-3 എടുത്തെഴുതിയാൽ മതി കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ എ കോളത്തിന് ഉചിതമായത് ബി കോളം ക്രമീകരിക്കുക. അപ്പോൾ എ കോളം ബി കോളം എന്നിങ്ങനെ 2 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്ക് ഉചിതമായിട്ടുള്ളത് ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ എയിൽ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഹീമോഗ്ലോബിൻ, രണ്ടാമത്തേത് പ്രതിരോധശേഷി, മൂന്നാമത്തേത് രക്തം കട്ടപിടിക്കൽ. അപ്പോൾ ഈ ഹീമോഗ്ലോബിന് ബി പാർട്ടിൽ ഏതാണ് മാച്ച് ആവുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 93 ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. 93ാമത്തെ പേജ് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തേത് എ എന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിന് ശോണ രക്താണുക്കൾ ആണ് ഹീമോഗ്ലോബിന് നേരെ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് പ്രതിരോധശേഷിയിലേക്ക് ശ്വേതരക്താണുക്കളാണ് കേട്ടോ. അപ്പോൾ ശ്വേതരക്താണുക്കൾ, പ്രതിരോധശേഷി, പിന്നെ അതുപോലെ രക്തം കട്ടപിടിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്നത് ശോണ രക്താണുക്കൾ, അതുപോലെ പ്രതിരോധശേഷി എന്ന് പറയുന്നത് ശ്വേതരക്താണുക്കൾ, അതുപോലെ രക്തം കട്ടപിടിക്കൽ പ്ലേറ്റ്ലെറ്റുകൾ. മനസ്സിലായോ? ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രം പകർത്തി വരച്ച് എ ബി സി എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെല്ലിൻ്റെ ചിത്രമാണ്, അതായത് കോശത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ അതിൽ എ എന്നും ബി എന്നും സി എന്നും 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവ ഏതെന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിൽ എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മൈറ്റോകോൺട്രിയയാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അത് മൈറ്റോകോൺട്രിയയാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഗോൾജി ബോഡിയാണ് കേട്ടോ. ബി എന്ന് പറയുന്നത് ഗോൾജി ബോഡിയാണ്. പിന്നെ അതുപോലെ സി എന്ന് പറയുന്നത് ന്യൂക്ലിയസുമാണ്. അപ്പോൾ ഈ 3 നമ്മോട് ചോദിച്ചിട്ടുള്ളത്, എ ബി സി. അപ്പോൾ എ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ, ബി എന്ന് പറയുന്നത് ഗോൾജി ബോഡി, സി എന്ന് പറയുന്നത് ന്യൂക്ലിയസുമാണ് കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അക്ഷര കൈരളിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക്